ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പം ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും സ്മൂത്തനിങ്ങും ബൊട്ടോക്സും ഒക്കെ ചെയ്ത ഹെയർ ആണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. കാരണം നമ്മളിതിപ്പോൾ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തെന്ന് പറഞ്ഞാലും ഹെയർ ഫാൾ എന്തായാലും ഉണ്ടാകും, അത് 100% ഷുവറാണ്. അപ്പം ഞാനൊരു 3 ഇയർ മുന്നേ വരെ സ്മൂത്തനിങ് ആയിരുന്നു, പിന്നെയാണ് ബൊട്ടോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഫസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് നാടൻ ഓയിൽ എടുക്കുന്നതായിരിക്കും, വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് പാരച്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലും നല്ലത് നമ്മുടെ നോർമൽ നാടൻ വെളിച്ചെണ്ണ നമുക്കല്ലാതെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒനിയൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ, അതുകൂടിയാണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത്. തീരാറായി. ഓക്കെ, ഇത്രയാണ്. എന്നിട്ട് ഇത് രണ്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും എന്താ ഈ ഒരു കളറിൽ കിട്ടും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു മീഡിയം, ഒരുപാട് തണുക്കണ്ട, ഒരു മീഡിയം ചെറിയ ചൂടോടുകൂടി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഫസ്റ്റ് കുറച്ച് ആദ്യം ഇത്തിരി എടുത്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ചെറിയ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഹെയർ ഫാൾ വരുന്ന എന്തായാലും ഉള്ളിൽ നിന്നാണല്ലോ, നമുക്ക് താരനും ഒക്കെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ഹെയർ പോവും. അപ്പോൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതും ചെറിയ ചൂടുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ആ പറഞ്ഞ വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലൊക്കെ എടുക്കുകയാണെങ്കിലും ചെറിയ ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യുക. ഒരുപാട് ചൂട് വേണ്ട, അത് കുറച്ചുകൂടി ഹെയർ പോവാനായിട്ട് ഇതാവത്തേ ഉള്ളൂ. അപ്പോൾ ഒരു മീഡിയം ചൂട് ആയിട്ടുള്ള ഓയിൽ എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഞാനൊരു 3 ഇയർ മുന്നേ പറഞ്ഞ പോലെ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 ഇയർ 1.5 ഇയർ കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര ഫ്രിസി ആയിട്ട് ഇരിക്കുക. അങ്ങനെ 3-4 തവണ ഞാൻ അതായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് പിന്നെ ബൊട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബൊട്ടോക്സാണ് പിന്നെ 4-മോ 5-മോ പിന്നെ പോയി ചെയ്തത് ബൊട്ടോക്സാണ്. ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം സ്മൂത്തനിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്രിസിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ബൊട്ടോക്സ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയില്ല, അത്രയും ഫ്രിസിനെസ്സും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഹെയർ ഫാളിനൊരു കുറവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ഹെയർ കളർ മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇനി ചെയ്യേണ്ടെന്ന് ഇപ്പോൾ വരെ വിചാരിക്കുന്നു. പിന്നെ നമുക്കിങ്ങനെ മെഷീൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കുറച്ച് ഈ പറഞ്ഞ ഈ ഒരു ഒനിയനൊക്കെ വെച്ചിട്ടുള്ളൊരിത്. അപ്പോൾ എനിക്ക് ചെറിയ ഡിഫറൻസ് തോന്നി. മുന്നേ ആയിരുന്നു എൻ്റെ റൂം ഫുള്ള് മുടിയായിരുന്നു, ഒന്ന് ചീവി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല രീതിയിൽ എല്ലായിടത്തും മസാജ് ചെയ്തിട്ട് നല്ല രീതിയിൽ തലയിൽ സ്കാൽപ്പ് ഫുള്ള് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 അവറോ 1 അവറോ വെച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.